കപ്പൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാറിൽ ചർച്ചയായി കാട്ടുപന്നി ശല്യം. കപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ കുമരനെല്ലൂർ മേഖലയിൽ വീണ്ടും കൃഷി നശിപ്പിച്ച് കാട്ടുപന്നികൾ. വാഴകളൊക്കെ പന്നികൾ ഈ ഒരു കോലത്തിലാക്കുന്നത്, അതിന്റെ പിണ്ടി വരെ എടുത്തു കൊണ്ടുപോകണം ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഒരു കാര്യമായിട്ട് കൃഷി ചെയ്യുന്ന ആളല്ല എങ്കിൽ പോലും ഉള്ളത് നശിപ്പിക്കുക എന്നതാണ്. വ്യാപകമായ രീതിയിലാണ് പന്നിക്കൂട്ടം കൃഷി നശിപ്പിക്കുന്നത്. പല മേഖലകളിലും ചേമ്പ്, മരച്ചീനി, ചേന, വാഴ എന്നിവ പിഴുതെടുത്തും കടിച്ചരച്ച നിലയിലുമാണ്. പാടശേഖരങ്ങളിലെ നെൽകൃഷി നശിപ്പിച്ച് വലിയ സാമ്പത്തിക നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായിരിക്കുന്നത്. തെങ്ങിൻ തൈകൾ കുഴികളിൽ നിന്ന് കുത്തിയെടുത്ത് ഉയർത്തി നാശോന്മുഖമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കുമരനെല്ലൂർ സ്വദേശി മുജീബിന്റെ വീട്ടിലും പന്നിക്കൂട്ടം കൃഷി നശിപ്പിച്ചു. കുമരനെല്ലൂർ പ്രദേശത്ത് 2 പേരാണ് പന്നിയുടെ ആക്രമണത്തിൽ അപകടം സംഭവിച്ചിട്ടുള്ളത്. 2 പേരും ബൈക്കായിട്ട് പോകുമ്പോൾ ചാടിയിട്ട് നല്ല പരിക്ക് തന്നെയാണ് അവർക്കുള്ളത്. മാത്രമല്ല ഈ മുള്ളം പന്നിയും അതേപോലെ നമ്മുടെ മറ്റുള്ള പന്നികളും ഇപ്പോൾ വീടിന്റെ പരിസരത്ത് പോലും തമ്പടിച്ച് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രദേശങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്നായാലും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നായാലും നടപടികൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് എത്രത്തോളം എഫക്റ്റ് ആവുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. ഇപ്പോൾ പാടശേഖരങ്ങളൊക്കെ ഇപ്പോൾ കൊയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ താവളങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ അവരെല്ലാവരും പുറത്തിറങ്ങിയിട്ട് നമ്മുടെ വീടിന്റെ പ്രദേശങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വൈകുന്നേരം ടൈമിന് നമുക്ക് പുറത്തിറങ്ങുന്നത് പോലും പേടിച്ചിട്ടാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. വ്യാപകമായ കൃഷിനാശത്തിനൊപ്പം ആക്രമണ ഭീഷണിയിൽ ജനം ഭീതിയിലാണെന്നും അടിയന്തര നടപടി ഉണ്ടാകണമെന്നും വികസന സെമിനാറിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ പറഞ്ഞു. 3 പ്രാവശ്യം നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് നിയമപരമായ എല്ലാ പിന്തുണയും തുടർന്നും അതിനു വേണ്ടിയിട്ട് ഉണ്ടാവും. നമുക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി നമ്മൾ പഞ്ചായത്ത് കർഷകരോടും നമ്മുടെ ജനങ്ങളോടുമുള്ള നമുക്കറിയാം, ഇന്നലെ അടക്കം നമ്മുടെ പ്രദേശത്ത് പന്നി റോഡിന് കുറുകെ ചാടിയിട്ട് ഒരാൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. 2 കാര്യങ്ങളാണ് പഞ്ചായത്ത് അതിന് അടിയന്തരമായിട്ട് പദ്ധതിയുമായിട്ട് നിർദ്ദേശം വന്നതിന്. ഒന്ന്, നമുക്ക് സോളാർ ഫെൻസിങ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമാണ്. അത് ഈ വർഷത്തെ പദ്ധതിയിൽ വെക്കണമെന്ന് തന്നെയാണ് നമുക്ക് ഒരു നിർദ്ദേശമായിട്ട് വെക്കാനുള്ളത്. അപ്പോൾ സോളാർ ഫെൻസിങ് പരമാവധി ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ഏറ്റവും രൂക്ഷമായ ശല്യമുള്ള പാടശേഖരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടിട്ട് ഒരു സോളാർ ഫെൻസിങ് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റ് എന്തൊക്കെ തരത്തിലുള്ള നമ്മൾ ഇവയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ അതിന്റെ മുന്നിൽ നിന്ന് തന്നെ കപ്പൂർ ഗ്രാമപഞ്ചായത്ത് അതിന്റെ പ്രവർത്തന പദ്ധതി ആസൂത്രണത്തിൽ ഉണ്ടാവുമെന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. കാട്ടുപന്നിയുടെ ആക്രമണം മേഖലയിൽ വർദ്ധിക്കുകയാണ്. 1 മാസത്തിനിടെ 2 പേർക്കാണ് കുമരനെല്ലൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇതോടെ പുറത്തിറങ്ങാൻ ഭീതിയിലായിരിക്കുകയാണ് നാട്ടുകാർ. NCV ന്യൂസ്, തൃത്താല. പുതുമയണിഞ്ഞ് എടപ്പാൾ, കാലത്തിനൊത്ത മാറ്റവുമായി എടപ്പാളിൽ വിവാഹ വെഡിംഗ് മാൾ, ക്രിസൻ പ്ലാസ ബിൽഡിംഗ്, കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ.